ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുഷീസ് മിറാക്കിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഹൗ ടു ഗെറ്റ് ജോ ലൈൻ. ഫസ്റ്റ് ജോ ലൈൻ റെഡി ആക്കാനുള്ള ഒരു ട്രിക്സ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇങ്ങനെ ആക്കുക. നെക്സ്റ്റ് ഒരു 100 വട്ടം. നെക്സ്റ്റ് ഒരു 250 വട്ടം. നെക്സ്റ്റ് ഒരു 600 വട്ടം. നെക്സ്റ്റ് ഒരു 750 വട്ടം. ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുമ്പോൾ ഏത് ക്വാളിറ്റിക്ക് വരുന്നത് നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള ഫേസ് നമ്മളെ ഫേസ് ഇപ്പം എങ്ങനെ വെച്ചാൽ ഇതാ ഇങ്ങനെ ഇതേമാതിരി കിട്ടും നമുക്ക്. അപ്പോൾ 2K കിഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല റിസൾട്ടാണ്. കോയിൻ്റെ മുകളിൽ ഇങ്ങനെ റബ്ബർ എടുത്താണ് ഇങ്ങനെ ചിറ്റണ മാതിരിയാണ്. ചുണ്ടൊരു റബ്ബറാക്കി യൂസ് ചെയ്തിട്ട് എന്തോ സൈക്കിളിൽ എന്തോ ചക്രം എടുത്ത് കയറ്റിട്ടുണ്ട് ഇവിടെ ചുണ്ടിൻ്റെ അടിയിൽ. അത് നേരം വല്ല ഇന്ത്യക്കാർ കാട്ടുന്ന പോലെ വല്ല ആൻസോ കൂളെടുത്ത് കണ്ട് വെച്ചാൽ പോലെ വെച്ചൂടെ. ഇതിപ്പോൾ ഇത് അതിലും വലിയ ലഹരിയാണ്. ഇതെടുത്ത് കണ്ട് ചക്രം എന്നിട്ട് സൈക്കിളിൻ്റെ ടയർ എടുത്ത് കണ്ട് ചുണ്ടിൻ്റെ അടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഈ 1 റുപ്യമൊക്കെ തന്നെ മര്യാദക്ക് ഈ 1 റുപ്യൻ്റെ ഈ 5 റുപ്യൻ്റെ കോയിനുമൊക്കെ തന്നെ ഞാൻ റബ്ബർ ഇട്ട് കയറ്റിയിട്ട് കയറുന്നില്ല. ഈ ആഫ്രിക്കയിലുള്ള ഏതോ ട്രൈബൽസാണ് സംഭവം. ആ പ്ലേറ്റും കൂടിയൊക്കെ ഒന്ന് തിരികെ കണ്ട് പ്ലേറ്റ് അടക്കം കയറും ചിലപ്പോൾ. എത്ര റിസ്ക് എടുക്കണം, അങ്ങനെ കയ്യേറ്റ് വാരിയാണ്ട് ഇങ്ങനെ തിന്നേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ പ്ലേറ്റ് അടക്കം ഇങ്ങനെ എടുത്താണ് തൊള്ളിക്കാണ്ട് കയറ്റി നോക്കിയാൽ മതി, ചിലപ്പോൾ അതും കയറും ചിലപ്പോൾ. അടുത്ത വീഡിയോ കുറച്ച് ആരെങ്കിലും ചോറ് എന്തായാലും തിന്നാനുണ്ട്, കുറച്ച് വിട്ടുന്നാളി. ഇതിൻ്റെ ചോറൊന്നും ഭാരത് കാണാൻ നിൽക്കണ്ട. ഓക്കെ, നല്ലൊരു വീഡിയോ ആണ്. ദയവുചെയ്ത് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരാൾ കിട്ടുന്ന വീഡിയോ ആണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് എത്തല സാധനം അതിൻ്റെ വീഡിയോ. അതിൻ്റെ ഗാലറി മൊയ്വ് എടുത്ത് നോക്കി, ഗാലറി ഫുള്ള് ഇതന്നെ. ഇതിട്ട് കണ്ട് ട്രെൻഡ് ആകണം. ഇത് എന്താ പറഞ്ഞത്, ഒരു ആള് വൈറലാകണം എന്ന് അയാൾക്കൊരു തോന്നൽ തോന്നിക്കുകയാണ്, എന്ത് തോന്നിയാസം ചെയ്യും. അതാണ് വെടുപ്പും വൃത്തിയില്ലാത്ത ഓരോ വാണങ്ങൾ. എന്താ ഓണടിക്കാൻ എന്താ കുഴപ്പം? എന്താ ഓണടിക്കാൻ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഓണടിക്കണേനെന്താ? എന്താ ആംബുലൻസ് ആണോ? ആംബുലൻസ് ആണോ? എന്താ ആംബുലൻസാ? ആംബുലൻസ് ആണോ? എവിടെ തട്ടി? എവിടെ തട്ടി? എവിടെ തട്ടണോ? നീ ഒരു BMW കൊണ്ട് വന്നു ചോദിച്ചെടുക്കണോ? എവിടെ തട്ടി? എടുത്ത് മാറ്റാറുണ്ട് വണ്ടി. എന്ത് കോപ്പ്? നീ ഓണടിക്കുമ്പോ എന്താ കാണാം? എന്താ കാണാം? നീ എവിടെ തട്ടിയത്? ഏത് കോപ്പില് നീ ഓണടിക്കുന്ന സൈഡ് ഇറങ്ങിയിട്ട് ആംബുലൻസോ? ആണോ? നിന്റെ തറവാട് പോയാണോ റോഡ് എടുത്ത് പോടണോ? നീ കോപ്പുണ്ടാക്കണ കോപ്പേ, നീ വേറെ എടുത്തേലും വെച്ച് ഇറക്കിട്ടോ. എന്താ എടുത്തു മാറ്റാറുണ്ട്? ഇത് കുറെ ഞാൻ കണ്ടിരിക്കണം. ഇതിപ്പോ വേറെ എന്തൊരു സീനാണ്. എന്താ സീൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് വേറെ ഇവിടെ വളവിലോടുന്ന ബസ്സേര് അങ്ങനെ അമ്മരി പോക്ക് ബസ്സേര് പോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് അവിടെ ഇടയിലൊക്കെ പോയിക്കൊണ്ട് ഇടയിലൊക്കെ കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. അമ്മരി പോക്ക ബസ്സേര് പോകല് എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാന്. പിന്നെന്താ, ഞങ്ങൾക്ക് ടൈമില്ല, കൃത്യസമയത്ത് അവിടെ എത്തണം, ബസ്സുകാരുടെ റിസ്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെയാണ് ഓരോരുത്തരുടെ ഡയലോഗ്. അപ്പോൾ ഇപ്പം എന്തോ തട്ടി മുട്ടിയിട്ടുണ്ടോ, ആ മുട്ടിയിട്ട് ഇപ്പം ബസ് നിർത്താൻ പോയിട്ട് ബെല്ലടിച്ച് ഹോണടിച്ച് ബൈത്തല പിന്നാലെ വന്നുകാണ്ട് നിർത്തിപ്പിച്ചതാണ്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എൻ്റെ ഒരു ഇതിൽ കറക്റ്റ് എനിക്കറിയില്ല. ആ ബസ്സത്തെ ആൾ വീഡിയോ എടുത്തുകൊണ്ട് വലിയ ഡയലോഗ് ഇടുന്നുണ്ട്, എന്താ ആംബുലൻസോ അങ്ങനെയാന്നൊക്കെ പറഞ്ഞത്. ഈ ബസ്സത്തെ ആൾക്കാരെ ബലം എന്ന് പറഞ്ഞാൽ ആ ബസ്സിലുള്ള 10-40 ആൾക്കാരാണ്. ഈ ബസ് കാരണം ഈ ബസ് എന്ത് തമ്മാടിത്തരം ചെയ്തിരിക്കുകയാണെങ്കിലും ബസ്സിലുള്ള ആ 45 ആൾക്കാരൊന്നും മുണ്ടൂല. കാരണം അതിലുള്ള ആളുകൾ കാരണം പാസഞ്ചേഴ്സാണ്, അവർക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനം. ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് പെരേക്ക് പോകുന്ന ആൾക്കാരേക്കാരം, ചിലപ്പോൾ എന്തെങ്കിലും ഓഫീസിൽ പോകുന്ന ആൾക്കാരേക്കാരം, ചിലപ്പോൾ സമയം നേരം വൈകി പോകുന്ന ആൾക്കാരുണ്ടാവും. ട്രെയിൻ മിസ്സാണതിന് മുമ്പ് അവിടെ എത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും ബസ്സിൽ. അപ്പോൾ പോലും മുണ്ടാതെ അങ്ങനെ സീറ്റിൽ കുത്തിറക്കും.
ഓല് ഇനി ഇറങ്ങി വന്നിക്കുകയാണെങ്കിൽ തന്നെ വന്നുകാണ്ട് ആ ചെക്കൻക്കെതിരെ കരുബലം നിൽക്കല് എത്ര ന്യായ ആ ഓപ്പോസിറ്റ് വണ്ടിക്കാരൻ്റെ അടുത്തുണ്ടെങ്കിലും ബസ്സുകാരെ സപ്പോർട്ട് ആക്കിയാണ്ട് ഓല് നിൽക്കുള്ളൂ. കാരണം ഈ ബസ് എടുത്താലേ ഓൾക്ക് ഓലെ ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ ആട്ടേരാണ് ഈ ബസ്സുകാരെ ബലം എന്ന് പറഞ്ഞാല്, ആ ബസ്സിലുള്ള ആൾക്കാരാണ് ബസ്സുകാരെ ബലം എന്ന് പറഞ്ഞാല്. അപ്പോൾ പുറത്തുനിന്നൊരു ഇതേപോലെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിലിരിക്കുന്ന ഒരു കുണാപ്പന്മാരും മുണ്ടൂല, പ്രതികരിക്കൂല, ആ ബസ്സുകാരെ സപ്പോർട്ട് ആക്കിയിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം പിന്നെ വേറെ ചില ടീംസ് ഉണ്ട് ഇതേമാതിരി രണ്ടിട്ടും കൂട്ടി മുട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇനി ആംബുലൻസ് ഓൺ അടിച്ച് വരാൻ ഇനി വരുമ്പോൾ മാറി കൊടുക്കാൻ പറഞ്ഞു. ഈ ഡയലോഗ് നമ്മൾ സാധാരണക്കാർ വണ്ടി ഓട്ടുന്ന ആൾക്കാരാണ് തിരിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ട ഡയലോഗാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. ഇവരൊക്കെ വരവ് കണ്ടിക്കുകയാണെന്നുണ്ടല്ലോ, ആംബുലൻസിനും കൂടി അത്ര സ്പീഡ് ഉണ്ടാവില്ല, അതിമത്തെ മീറ്ററിലും കൂടി അത്ര സ്പീഡ് ഉണ്ടാവില്ല. മീറ്ററിൽ ചിലപ്പോൾ ബസ്സിന്റെ മീറ്ററിൽ ചിലപ്പോൾ മീറ്റർ ഓടുന്നൂടി ഉണ്ടാവില്ല, പോട്ടെ മീറ്ററിൽ ചിലപ്പോൾ 180 കയറും. ഇത് അതും കഴിഞ്ഞുകാണ്ട് സൂചി അതിന്റെ അപ്പുറത്തേക്ക് പോയിണ്ടാവും. മാത്രമല്ല നിങ്ങൾ ആക്സിലേറ്റർ അതേമാതിരി ഹോൺ അടിച്ചിക്കാണ്ട് ഇങ്ങനെ വരില്ല, ഹോൺ അടിച്ചാണ്ട് തീവണ്ടിയും കൂടി അത്ര തോന്ന ലെങ്ത്തിൽ ഹോൺ അടിച്ചില്ല. അപ്പൊ ആ ക്വാളിറ്റിയാണ് ഇതിൽ വരില്ല. അതുപോലെ ഏതെങ്കിലും മുമ്പിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അപ്പുറത്ത് 2 വണ്ടി ഉണ്ടെങ്കിലും അപ്പുറത്തെ ട്രാക്ക് കയറി കണ്ടൊക്കെയാണ് ഹോൺ അടിച്ചുകൊണ്ട് പോലെ അപ്പുറത്തെ ട്രാക്കിൽ വരുന്ന ആൾക്കാർ ഇവലെ കണ്ടാൽ നിർത്തി കൊടുക്കും. ഇതൊക്കെയാണ് ഇവല കളികൾ. ഇവലെ ഹോൺ അടിക്കാണ്ട് കണ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു ആംബുലൻസിനും കൂടി ഇത്ര ധൃതി ഉണ്ടാവില്ല. ഹോണുമില്ലാണ്ട് കെടുക്കൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവലെ ഈ ബ്രേക്ക് ഒഴിവാക്കിയാണ്ട് ബ്രേക്ക് പാഡിന്റെ പകരം ഇവിടെ ഹോണിന്റെ ഇത് വെച്ചിരിക്കണ പെഡല് ആക്സിലേറ്റർ ചവിട്ടും, അതേമാതിരി ബ്രേക്ക് ഒഴിവാക്കിയാണല്ലോ, ബ്രേക്ക് ചെയ്യുന്ന സാധനം ഇല്ലല്ലോ, ചവിട്ടൂല, തട്ടിയാണ്ടേ നിർത്തുള്ളൂ. അപ്പൊ ബ്രേക്ക് പാഡ് ഒഴിവാക്കിക്കാണ്ട് ബ്രേക്ക് പാഡിന് പകരം ആ ഹോൺ ഉണ്ടല്ലോ, ഹോണ് ബ്രേക്കിന്റെ പകരം സെന്ററിൽ കൊടുത്തുക, എന്നിട്ട് അതിമല്ലാണ്ട് ചവിട്ടിക്കാണ്ട് ഇങ്ങനെ ബാരില ചെയ്യണം. അപ്പൊ ഈ ബസ്സിലുള്ള മൊണ്ണകൾ എന്ത് ചിന്തിക്കണം എന്നറിയോ, നാളെ ബലും പുറത്തിറങ്ങിക്കാണ്ട് നമ്മൾ പുറത്തിറങ്ങിക്കാണ്ട് ഈ ബസ്സിലുള്ള മൊണ്ണകളും പുറത്തിറങ്ങിക്കാണ്ട് വണ്ടി എടുത്താണ്ട് വരുമ്പോൾ നമ്മളെ നേരത്തെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് പ്രതികരിക്കും, എന്താകും, ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമോ, അതൊന്ന് ചിന്തിക്കുക. മാത്രമല്ല ഈ ബസ്സിലുള്ള മൊണ്ണകൾ എന്ത് ചെയ്യുക, അവരെ തടിയും കൂടി കാക്കുക. ആ കോലത്തില് ഡ്രൈവറോട് നോക്കിയും കണ്ടും വണ്ടി വിടാൻ പറയാം. അതാണ് ചെയ്യേണ്ടത്. കാരണം അപ്പുറത്തോടെ പോയിക്കാണ്ട് രണ്ടറ്റം കൂട്ടി മുട്ടിയിട്ടുണ്ടാവും, രണ്ടറ്റത്തിൽ ഏതെങ്കിലും ഒരറ്റം മുമ്പോ ബാക്കോ എവിടെയെങ്കിലും കൂട്ടി മുട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ചിലക്കാനോ ആക്കാനോ എടുത്തു കൊണ്ടാകാനോ ഈ പറഞ്ഞ കാറിൽ വന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് നിർത്തണം വിചാരിച്ചുകൊണ്ട് തെമാടിത്തരം ചെയ്ത ബസ്സുകാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത്. പ്രതികരിക്കാനുള്ള പ്രതികരിക്കണം, ആരുടെ തെറ്റാണെന്നുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വീഡിയോ. വേറൊന്നും കൂടി ഉണ്ട്. ഹലോ, ഞാൻ അവിടെ തന്നെ കക്കൂസ് തുറന്നാക്ക്. കക്കൂസിൽ ആളില്ലല്ലോ. കക്കൂസ് റെഡിയാക്കി. മുട്ടിക്കാണ്ട് വരെയാണ് പെട്ടെന്ന് റെഡിയാക്കി. ചാപ്രി അൾട്രാ പ്രോ മാക്സ് പ്രതികരിക്കണമെന്ന് തോന്നും. പിന്നെ കാട്ടിക്കൂട്ടൽ കാണും. എന്താ വെച്ചാൽ ഓന് ഒരു സൈസ് വേട്ടാവളിയും കാട്ടിക്കൂട്ടൽ കൺമശി ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് കൺമശി ഇട്ടാണ്ട് വരച്ചിട്ട് ജോയിന്റ് ആക്കി വെച്ചു. എന്നാൽ പിന്നെ ഓനക്ക് ഇങ്ങനെ ഒറ്റ വരാണ്ട് വരച്ചില്ല, ഇതിനാണ്ട് ഇട്ടാ പോലെ. എന്നാൽ അത് അങ്ങനെ ഒരു വേണം. പിന്നെ താടി കൺമശി ഇട്ടുകാണ്ട് ഉണ്ടാക്കിയിരിക്കുക, മീശ കൺമശി ഇട്ടുകാണ്ട്, എന്നിട്ട് 1 കിലോ പൊട്ടി മൂത്തടിച്ചിക്കാണ്ട് ഇങ്ങനെ നടക്കാൻ കാടി കൂടാണ്ട് കൂട്ടി പണിയൊന്നും ഇല്ല. വേണം ഇതൊക്കെ തന്നെ പണിയുണ്ട്. ഗൈസ്, ഇതാണ് ഇന്ത്യൻ സ്പൈഡർ മോൾ. എന്നാലും ഇത് എങ്ങനെ ഈ സാധനം ഇങ്ങനെ കയറി പോയിന്നാവാ, 8 കാലി പോണാരെങ്ങനെ പോണാണ്ട് മാപ്പ് ഇട്ട്. സാധാരണ സ്പൈഡർമാൻ വല്ല ബിൽഡിങ്ങുമൊക്കെ ഇങ്ങനെ വലട്ടാണ് ഇങ്ങനെ പറഞ്ഞ പോലെ. ഇതങ്ങനല്ല, ഇത് നേരെ ഇങ്ങനെ മേലെ ആകാശത്തേക്കാണ് വിടും. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഹെലികോപ്റ്ററോ പ്ലെയിനോ പോയപ്പോൾ അതിമേൽ വല കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടതാണ് വിചാരിച്ചാൽ. സ്പൈഡർ മോൾ കൈവുണ്ട്, പക്ഷെ കൈവറി ആവരുത്, അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളെല്ലാവരും തപ്പി നടന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു വീഡിയോന്റെ യഥാർത്ഥ ആളും ആ ഒരു വീഡിയോന്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ കിട്ടിയിട്ടുണ്ട്. കണ്ടോക്കി.
ఏమైందిరా నేను చాయ్ తాగా ఏమైందిరా వద్దులే పోరా రే ചാടിച്ചിനടിയിൽ ഓനെ ഏതോ മണ്ണം ചിരിപ്പിച്ചതാണ്. ഓനാണ് ചിരി പിടിച്ചേക്കാനോ നിർത്താനോ പറ്റുന്നില്ല. ഓൻ അതിങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാണ്. ഇവന് ഒരു ദിവസം എത്ര റുപ്യ ചെലവുണ്ട് അറിയോന്? ഭയങ്കരമാണ്. ആ നാട്ടിലെ പൈസക്കാരനാണ് ഓന്. എന്താണെന്നുണ്ടെങ്കിലും ഓന്റെ മുഖത്തും കണ്ണുമ്മലും ഇട്ട കൺമഷിന്റെ എണ്ണം കൂട്ടിയിരിക്കണമെന്ന് തന്നെ ഒരു 10-15 പെട്ടി കൺമഷിന് ഓൻ അങ്ങനെ തീർത്തിട്ടുണ്ടാവും. ഒറ്റ ദിവസം ഒരു 15 കൺമഷിന് ഓനക്ക് വേണ്ടിയിരുന്നു ഇങ്ങനെ ഇടാനും, ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാനും, പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ പരിച്ച് തേക്കാനും മീശമിൽ ഇടാനും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ പുട്ടിയാണോ വെച്ച്മെന്റ് ആണോ ഇടല് മുഖത്തൊന്നും അറിയില്ല. അത്യാവശ്യം നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് പുട്ടി ആവൂല, വെച്ച്മെന്റ് തന്നെ ആവും. ഏതാണെന്നുണ്ടല്ലോ നൈസായിട്ടുണ്ട്. ആർക്ക്? ഓനക്ക്. നമ്മക്കല്ല, ഓനക്ക് നല്ല നൈസായിട്ടുണ്ട്. അതുകൊണ്ടല്ലോ ഓനാ നിർത്താത്തത്. എല്ലാം എപ്പോഴും നിർത്തിയിട്ടുണ്ടാവില്ലല്ലേ. ഇത്ര ആൾക്കാർ ഓനോട് പറഞ്ഞിട്ടുണ്ടാവൂലേ നിർത്തിക്കൂടെ എനിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ. നിർത്തണ്ടേ? ഓന്റെ വിചാരം ഭയങ്കര സംഭവമാണെന്ന്. അതുകൊണ്ടല്ലേ നിർത്താത്തത്. ഓനക്കത് വലിയ മഹിമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പടി ചൊല്ലക്കൂടാതെ ഞാനിത് ചെയ്തിട്ടേ ഇരിക്കും, അതുതാ അവന്റെ മൈൻഡ്. kasih sambal teman kicotnya biar kerasa. എത്തപ്പോ കാട്ടിക്കൂട്ടിയത് കണ്ടാ മോനെ? എന്താ കാട്ടിക്കൂട്ടിയത് കണ്ടാ? ഒരു മരത്തുമ്മക്കൂടെ ഇങ്ങനെ പോണ ഒരു ഒച്ചിന്റെ മേത്ത് കുറച്ച് സോസ് കൊണ്ട് ഒഴിച്ചിട്ടാണ് കടിച്ച് മുറിച്ചാണ് തോന്നുന്നു. ആ ചാമക്കണ ഒച്ചങ്ങൾ കേട്ടില്ല ഇങ്ങനെ. ഈ പണ്ടാറ ഈ ഒച്ചിനെ ഞാൻ ബാത്റൂമിൽ കണ്ടിക്കുകയാണെന്നുണ്ട്. പിന്നെ അന്ന് കുളിയില്ല എനിക്ക്. ആ സാധനത്തിന് ബാത്റൂമിൽ കണ്ടിരിക്കണം. മാക്സിമം ഞാൻ ഒരു പാട്ടെടുത്തിട്ട് വെള്ളം പാർന്ന് കണ്ട് അതിനെ ഒഴിവാക്കാൻ നോക്കുക. ആ പണ്ടാറാണെന്നുണ്ടെങ്കിൽ അതിന് മുഖമില്ല, വെള്ളം മേത്ത് തട്ടുന്നിടത്തോളം ഓനെ ഞാൻ ആരെങ്കിലും ഒരാൾ തട്ടി മാറ്റാൻ ഒഴിവാക്കുന്നത് നോക്കുമ്പോൾ അത്രത്തോളം പവറിൽ ഓനവിടെ ഒന്ന് ഒട്ടിപ്പിടിച്ചു. ആ ഒരു മുതലാണ് ആ സാധനം. ഈ സാധനത്തിന് ഞാൻ ബാത്റൂമിൽ കണ്ടാൽ പിന്നെ അന്ന് എനിക്ക് കുളിയില്ല. ആ സാധനം അവിടെ ബാത്റൂമിൽ പോകുന്നതെന്ന് ഞാൻ കുളിക്കരില്ല എന്ന് പറഞ്ഞ് എനിക്ക് അത്രക്ക് അറപ്പാണ്. എന്ന് പറഞ്ഞ ഈ സാധനത്തിന് ഓനിങ്ങനെ സോസിലൊക്കെ മുക്കിക്കണ്ട് സോസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ലൈവായിട്ട് ഇങ്ങനെ കടിച്ച് പൊരിച്ചിട്ട് തിന്നാണ് പിന്നെ കുഴപ്പമില്ല. आतंक का दूसरा नाम बाबू भाई। ये क्या है? प्यारी चीज है बे, काला सिस्टम मिल जाता है अपनी इसमें तो मुझे समझ में ही नहीं आ रही है क्या प्रॉब्लम है। अरे बाबू एकदम എനിക്കത് കണ്ടിട്ട് എന്താ പറയുക തോന്നുന്നു? എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ ഒരു കത്തി ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ കുണ്ടി ഇങ്ങനെ കുത്തി ഓട്ടാക്കാനാണ് തോന്നുന്നത്. ഞാൻ ചെയ്തെന്താ വെച്ചാല് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണല്ലേ പറച്ചില്. നമ്മളെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണിത്, വീർപ്പിച്ച് നടക്കല് പറഞ്ഞു. നമ്മളെ നാട്ടിൽ വെച്ചിട്ടല്ല, പൊതുവെ കുറച്ചായിട്ട് ലേഡീസിന്റെ അടുത്ത് കണ്ടുവരുന്നൊരു തരം കോപ്രായാണ് ഈ വീർപ്പിച്ച് വെക്കുക. എന്തിനാണ് നടക്കുക? മാന്യമായിട്ട് നടന്നോളൂ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നിങ്ങളെ ടൗസർ ഇട്ടാൽ പോരെ. നിങ്ങൾ എന്തിനാണ് ചോദിച്ചാൽ നടക്കണേ? സ്വതന്ത്രമായിട്ട് വസ്ത്രം ധരിക്കാനും എങ്ങനെ നടക്കാനുള്ള അവകാശം ഇവിടെ ഇന്ത്യയിലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഗണത്തിൽ ഞാൻ ഓനെ കാണുന്നുള്ളൂ. കാരണം അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓലിന്ന് ഇൻസ്പയർ ചെയ്യിക്കാണ്ട് ഒരു ചെയ്തത് ഒരു ഇതേക്കാരം വീഡിയോ ആയിക്കാരം ചിലപ്പോൾ അത് അതിൽ പോയിക്കാണ്ട് നമ്മളെ ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അതുപോലെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഓലെ ഇഷ്ടങ്ങളും പിന്നെ ഓൾക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള അവകാശങ്ങളും ഉണ്ടാകുകൊണ്ട് ഞാനൊന്നും പറയണില്ല. പക്ഷെ നേർക്ക് പറഞ്ഞാൽ ഇങ്ങനെ വീർപ്പിച്ചാണ് ഫാമിലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കാണ്ട് അമ്മയും മോളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോയിക്കാണ്ട് ഓലൊരു റിയാക്ഷനോ ഈ ഓൻ്റെ വേട്ട കുണ്ടി ഉണ്ടല്ലോ എടുത്ത് കണ്ടിട്ട് നിങ്ങൾ മൂന്തൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിക്കാണ്ട് ഒരു വെറുപ്പിച്ചൽ പരിപാടിയാണ്. അതിനൊക്കെ എടുത്തുകാണ്ട് പഞ്ഞിക്കിട്ട് തന്നെ വേണം ഓനെ. അപ്പം അങ്ങനെ ഒറിജിനൽ മൂഡ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ഒറിജിനൽ മൂഡാണെന്നതിലും വേറൊരാളെ മൂന്തമ്മ കൊണ്ടിട്ട് ഇങ്ങനെ എടുത്തുകാണ്ടും മണപ്പിച്ചുകാണ്ടും വീഡിയോ എടുത്തുകാണ്ട് ഓലെ നാറ്റിച്ചേണ്ട ആവശ്യം നമുക്കില്ല. അപ്പം അതൊരു
ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് അവിടെ നാട്ടിലുള്ള ആരെങ്കിലും ആരും ഇല്ല അവിടെ എടുത്താണെന്ന് പഞ്ഞിക്കിടാൻ ഇല്ലാണ്ടെങ്കിൽ പിടിച്ച് വെച്ചുകൊണ്ട് വല്ല ആക്സോ ബ്ലേഡ് എന്തെങ്കിലും എടുത്തുകൊണ്ട് അവിടെ മുറിച്ചിട്ടുണ്ട് ഒഴിവാക്കി വിടുക. അതല്ല അതിൻ്റെ ഉള്ളിലേക്ക് മുറിച്ചുക, അതുകൊണ്ട് മൊത്തത്തിൽ മുറിച്ച് ഒഴിവാക്കുക. അതിൽ വേറെ മാർഗ്ഗമില്ല, പിന്നെയും വെച്ചിട്ടാണ്ട് വരും ഓനൊക്കെ. മുക്കോടി ദേവകൾക്കെന്നും തപ്പനെന്നും ഒരു ഈശ്വരനല്ലേ. വേടാ അത് എൻ്റെ റൂട്ടിലടാ, എൻ്റെ റൂട്ട് ഇവിടെയാണ്, എനിക്ക് ഈ റൂട്ടിൽ പോയാൽ പോരാ. മിസ്സായി ഓനക്ക് ശരിക്കും ഈ റൂട്ടിൽ പോയാൽ മതി. വീട്ടിൽ പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപരാധം പിന്നീട് കാണേണ്ടി വരില്ല. ഭയങ്കര മിസ്സായി. അതൊക്കെ നേരാണ് നേർക്ക് തട്ടി തെറിപ്പിച്ചണേനെയും അപ്പോളെ പഠിക്കുള്ളാക്കുക. അങ്ങനെ കുറെ വാഹനങ്ങളിൽ റോട്ടുകളിൽ നിന്നാണ് കുതിരളിച്ചത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല അങ്ങനത്തിനൊക്കെ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നല്ല വേദന ആണോ കോലത്തിൽ പണി കിട്ടുന്നെ വേണം. ഇതേമാതിരി കുറെ കോപ്രായം കാട്ടുന്നുണ്ട്. ആളില്ലാത്ത റോഡാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓരോ വണ്ടിന്റെ മുമ്പൊക്കെ ഇട്ട് കയറ്റിക്കാണ്ട് ഓൻ പട്ടിഷോടുന്ന കുറെ ആൾക്കാരുണ്ട്. വേറെ ടീമുണ്ട്. ബൈക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ലോറി ഡ്രൈവർ എടുത്തിട്ടില്ല, ഓനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഈ സൈഡിൽ കൂടെ എടുത്ത് നേരത്തെ ചെയ്യണ്ട, മേത്ത് കൂടെ കയറ്റുക അല്ലെ ഇടിച്ചോണ്ട് ഇടുക, അപ്പോഴേ പഠിക്കുള്ളൂ. അങ്ങനെയാണ് ഡ്രൈവർ ചെയ്യേണ്ടത്. ഡ്രൈവർ ചെയ്തത് കുറച്ചൊരു പൊട്ടത്തരായി പോയി. അതൊക്കെ കയറ്റി വിടേണ്ട കേസല്ലേ. എന്താ ഡ്രൈവറെ ഇവനിപ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇറങ്ങി വരുന്നേ. നമ്മളെല്ലാരും നോക്കിണ്ട മറ്റേ കാലില്ലാത്ത ആളെ കയറി നോക്കിണ്ടാവുക. പക്ഷെ അതിന്റെ ഉള്ളിൽ അപ്പുറത്ത് ഒരാളുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ എഞ്ചിൻ റൂമിന്റെ അതിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ കിടുത്താമണിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സംഗതി ട്രെയിൻ നിന്നതല്ല, ട്രെയിൻ നിർത്തിയത് ഓൻ കാല് കുത്തിക്കാണ് നിർത്തിയതാണത്. ഓനാണ് ഇതിലെ മെയിൻ ഹീറോ. അത് ഞാൻ ആ വരവണ്ടപ്പോൾ വിചാരിച്ചു ഓൻ തള്ളിക്കാണ്ടാണ് ആ ട്രെയിൻ ഇതുവരെ എത്തിയത് വിചാരിച്ചു. ഒരു സാധനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ സൈക്കിളിന് ബ്രേക്ക് ചെയ്യാണ്ട് കാല് കുത്തിയാണ് ഇങ്ങനെ നിർത്തുന്നത്, എന്ന് പറഞ്ഞ മാതിരി നിർത്തിയതാണ്. എങ്ങനെ ഇരിക്കണം? എന്റെ ഫീൽഡിൽ മാത്രം എങ്ങോട്ട് മറിച്ചാലും ഓരോ അപരാധങ്ങളാണ്, വാണങ്ങളാണ് വന്നു വരുന്നത്. ഞാൻ എന്താണ് അവന്ന് ക്ലിയർ ചാറ്റ് അടിച്ചോ, ഫുള്ള് ഹിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കണം. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേരം